നമ്മുടെ ലങ്കാവി മലേഷ്യ ട്രിപ്പൊക്കെ പോയി വന്ന് അതിനുശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. അത് നമ്മുടെ കക്കാടംപൊയിലേക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ഫിഷൊക്കെ മേടിച്ചിട്ടാണ് പോണത്. നമ്മൾ ചിക്കനൊക്കെ കൊണ്ടെങ്കിൽ ഫിഷ് ചെയ്യാനായി അല്ല ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ ഫിഷ് മേടിച്ചിട്ടുണ്ട്, രാത്രിയിൽ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ ചെറിയ രീതിയിൽ നല്ലപോലെ ഒന്ന് വൈബ് ആക്കണം. ഒരുപാട് ടീംസ് ഒന്നുമില്ല. സാധാരണ നമ്മൾ പോകുമ്പോൾ റിസോർട്ടിൽ പോകുമ്പോൾ കക്കാടംപൊയിലൊക്കെ പോകുമ്പോൾ 4-5 പേര് കൂടെ ഉണ്ടാവാറുണ്ട്, ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ. നോമ്പൊക്കെ ആയതുകൊണ്ട് അധികം ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കക്കാടംപൊയിൽ ജംഗ്ഷൻ എത്താനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ ഇവിടുന്ന് മേടിക്കണം നോമ്പ് തുറക്കാനുള്ളത്. പിന്നെ നമ്മൾ ഫുഡ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്, കാറിൻ്റെ ഡിക്കിയിലുണ്ട്. അഡീഷണൽ നമ്മൾ ഫിഷ് മേടിച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കക്കാടംപൊയിലെ ഈ റൂട്ടൊക്കെ ഒന്ന് നല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡൊക്കെ ഉണ്ടല്ലോ മൊത്തം കട്ടറായിരുന്നു, അതായത് കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. പക്ഷേ റോഡ് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി റോഡൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കക്കാടംപൊയിൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കണം. അത് മേടിച്ചിട്ട് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. റിസോർട്ടിൻ്റെ ഏകദേശം ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ റോഡാണ് നമ്മളെ കുരിശുമലയിലേക്ക് കയറുന്ന റോഡ്. കണ്ടോ, ഈ റോഡ് നേരെ സ്ട്രെയിറ്റ് കുരിശുമല റോഡാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ടാമത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ പ്രോപ്പർട്ടി ഡുറാ ഹിൽ. നമസ്കാരമുണ്ട്, വെൽക്കം ടു കക്കാടംപൊയിൽ റിസോർട്ട്. അപ്പം നമ്മളങ്ങനെ ഡുറാ ഹില്ല് പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കക്കാടംപൊയിൽ കുരിശുമലയിലേക്ക് കയറുന്ന റോട്ടിലായിട്ടാണ് ഈ ഡുറാ ഹില്ല് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു കുഞ്ഞു റിസോർട്ട്, നമുക്ക് ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കപ്പിൾസായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൊടും ചൂട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ കക്കാടംപൊയിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടല്ലോ, കോട ഉണ്ടോ. ഇതാണ് കക്കാടംപൊയിലിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. നമ്മൾ എന്തിനാണ് വെറുതെ വാഗമൺ മൂന്നാറൊക്കെ എത്ര ട്രാവൽ ചെയ്തിട്ട് പോകുന്നത്? നമ്മളെ നാട്ടിൽ നമ്മൾ ഈ കൊടും ചൂടിൽ നമ്മൾക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കക്കാടംപൊയിലതെ ഇതുപോലുള്ള ഇവിടെ 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡുറാ ഹില്ലിലാണ്. കക്കാടംപൊയിൽ ഓൾമോസ്റ്റ് പ്രോപ്പർട്ടിയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം, വീഡിയോസ് കാണുന്നവർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കക്കാടംപൊയിലെ മനോഹരമായിട്ടുള്ള കോടമഞ്ഞും അതുപോലെ തന്നെ മലയോര മേഖലയും മൗണ്ടെയിൻ വ്യൂ ഒക്കെയുള്ള നമ്മുടെ ഡുറാ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസോർട്ടിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ഡോർമെട്രി സ്പേസ് ഉണ്ട്. ഒരു ഡോർമെട്രി എന്ന് പറയുമ്പോൾ 10 പേർക്കുള്ള ബെഡാണ് ഇവർ ഡോർമെട്രിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 20-25 പേര് മാക്സിമം പോയ ഒരു 30 പേർക്കൊക്കെ ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. കിച്ചൺ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പ്ലേയിങ് ഏരിയ, അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളാണ്. പൂളിനോട് ചേർന്നിട്ടാണ് ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പൂളിൻ്റെ വ്യൂ കണ്ടല്ലേ ഗായ്സ്, വാ എന്ത് വ്യൂ ആണെന്ന് പറയാം, മൗണ്ടെയിൻ വ്യൂ ആണ്. ഇതൊക്കെയാണ് പ്രത്യേകത. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ, അതാണ് കക്കാടംപൊയിൽ. വരുന്ന വഴിക്ക് ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി പാർസൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഇഫ്താർ നമ്മൾ ഇവിടെയാണ് ഡുറാ ഹില്ലിൽ വെച്ചിട്ടാണ് നമ്മുടെ സുഹൃത്തുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മുടെ ഒരു മലേഷ്യ ലങ്കാവി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്ഷീണമൊക്കെ മാറുന്നതിന് മുൻപ് നമ്മളൊരു റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മലേഷ്യൻ വ്ളോഗ്സ് ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി ഡുറാ ഹില്ലിലെ ഈ കൊച്ചു വിശേഷങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ എത്ര റൂംസ് ഉണ്ട്, എങ്ങനെയാണ് റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ എന്നുള്ളതൊന്ന് കാണാം. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ. പൂളിൻ്റെ ഒരു വൈബാണ് നിങ്ങൾ കാണുന്നത്. ഈവനിങ്ങിലെ വ്യൂ ആണ്. പൂൾ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റി പൂളായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൗണ്ടെയിൻ വ്യൂ ആണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ കണ്ടോ, ഒരു 4 മണിക്കൊക്കെ തുടങ്ങും ശരിക്കും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആവാനായിട്ട്. ഇപ്പോൾ ഒക്കെ നല്ല കോട ഇങ്ങനെ വരുന്നുണ്ട്. എപ്പോഴാണ് കോട ഇറങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ടായിരിക്കും കോട ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മൊത്തത്തിൽ പ്രോപ്പർട്ടിയൊക്കെ ചില സമയത്ത് മൂടിയിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ബാക്കിയുള്ള ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം. ഏറ്റവും ടോപ്പിലായിട്ടാണ് ആ പൂളിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു അരീക്കോട് കഴിഞ്ഞ് നമ്മൾ ഈ കക്കാടംപൊയിൽ ഇങ്ങനെ ഈ ബോർഡറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ കക്കാടംപൊയിലിൻ്റെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്.
ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ കോടയൊക്കെ വന്ന് കണ്ടോ മൊത്തത്തിൽ മൂടി കിടക്കുവാണ്. കാരണം കോടയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് കോടയൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ലക്കായിരിക്കും. കാരണം ഈ കൊടും ചൂടിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ ഇവിടെ താഴെ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. കാരണം പെയിൻറ്റിങ് വർക്കും അങ്ങനെ കുറച്ച് 1-2 റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മുകളിലേക്ക് കയറി. മുകളിലാണ് പൂള് വരുന്നത്. ഇവർ 2 ബെഡ്റൂമാണ് ഈ സൈഡിൽ. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ, ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് നേരെ നമുക്ക് ഇങ്ങ് പൂളിലോട്ട് ഇറങ്ങാൻ പറ്റും. അത് അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട്, ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രത്യേകത. അപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങണം. പൂളിൽ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതല്ല. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് പൂളിൽ ഇറങ്ങാം എന്നാണ് പ്ലാനിങ് ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂമുകൾ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന 2 ബെഡ്റൂമും മുകളിലും താഴത്ത് 2 ഡോർമെട്രി ഉണ്ട്. ഒരു ഡോർമെട്രിയിൽ 10 പേർക്ക് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. പൂളിൻ്റെ വ്യൂ ഉണ്ടോ, ഹൈവാ നല്ല വ്യൂ അല്ലേ, ഉണ്ടോ. ഭയങ്കര കോടയൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ അവിടെ മൊത്തത്തിൽ ഇങ്ങോട്ട് അങ്ങിങ്ങൊക്കെയായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇവിടെ എഫക്റ്റ് ചെയ്യും. കാരണം നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട്. അത് മതിയല്ലോ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട്. പിന്നെ മുകളിൽ ഓപ്പൺ ടെറസാണ് കേട്ടോ. മുകളിൽ കയറി കഴിഞ്ഞാൽ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെയുള്ള നല്ല സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കാറ്റ് കൊണ്ട് നമുക്ക് ഈ മൗണ്ടൈൻ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം കാണിച്ചു തരാം, കണ്ടോളൂ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. ബെഡ്റൂമൊക്കെ നല്ല ക്ലാസ് റൂമാണ് കേട്ടോ. നല്ല അറേഞ്ച്മെൻറ്റ്സ്, അലമാര, മിറർ ഉണ്ട്, പ്ലഗ് പോയിൻറ്റും അതുപോലെ തന്നെ കണ്ടല്ലോ. ഇതാണ് മാട്രസ്, വാഷ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഈ ബെഡിൽ എനിക്ക് തോന്നുന്നു 2 പേർക്ക് ഇവിടെ കിടക്കാം. പിന്നെ ഫ്ലോറിൽ നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1-2 പേർക്ക് ഇവിടെ കിടക്കാം. അതുപോലെ ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഞാൻ പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമുകളിലൊക്കെ എക്സ്ട്രാ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ, എക്സ്ട്രാ ബെഡ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 പേരൊക്കെ ഒരു ബെഡ്റൂമിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവരെ ഒരു ബെഡ്റൂമിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വാഷ്റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വാഷ്റൂമൊക്കെ നീറ്റാണ് കേട്ടോ. നീറ്റായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഹീറ്ററൊന്നുമില്ല ഇവിടെ, ചൂടുവെള്ളമൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. പിന്നെ ഇതാണ് ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിൻ്റെ ബാൽക്കണി ഇതാണ് കാണുന്നത്. കണ്ട പൂൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ്, നമുക്ക് നേരെ പൂളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോവാം. നല്ല വൈബ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അവിടുന്ന് കയറി ഇവിടെ തന്നെ പിന്നെ നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഷ്യസ് ആണ്. ഇവിടെ സ്ക്രീനിൽ ഇവിടെ ഒരു വലിയ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെ, ഒരു 32 ഇഞ്ചൊക്കെ ഉണ്ടാവും. 32 ഇഞ്ചിൻ്റെ ഒരു TV ഉണ്ട്. ഇവിടെ നമുക്ക് സോഫ സെറ്റ് ഉണ്ട്. സിറ്റിംഗ് ഏരിയ ഉണ്ടോ, നമുക്ക് ഈ TV ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ മ്യൂസിക് എന്തായാലും നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നല്ല ബുക്സൊക്കെ, റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇവിടെ നല്ല ബുക്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് ഗായ്സ്. കണ്ടല്ലോ, റീഡിങ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ബോറടിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇതാ ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഗായകനോ ഗായികയൊക്കെ ഉണ്ടെങ്കിൽ, പാട്ട് പാടാനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ പാട്ട് പാടാം. കിച്ചൺ സ്പേസ് ആണ് ഇവിടെ. നമ്മളിപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നമുക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മൈക്രോ ഓവൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, പിന്നെ മിനറൽ വാട്ടറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം പ്ലേസ്, ഗ്ലാസ്, ചായ ഉണ്ടാക്കാനുള്ള ഗായ്സ് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനൊക്കെ നിങ്ങൾ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രാത്രിയിലേക്ക് നിങ്ങൾക്ക് ചിക്കനൊക്കെ ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഫ്രീസർ മസ്റ്റാണ്. ഫ്രിഡ്ജ് മസ്റ്റാണ്. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ പിയാനോ ഒക്കെ ഉണ്ട് ഗായ്സ്. ഇപ്പോൾ ചാർജിലിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗായകനോ ഗായികയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗായകനോ ഗായികയോ ഒക്കെ നിങ്ങൾക്ക് ആവാം, ക്രിയേറ്റ് ചെയ്യാം. പാട്ട് പാടാനൊക്കെയുള്ള
പിയാനോ, മൈക്ക്, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. കണ്ടോ, നമുക്ക് ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുക. ഇതാണ് ഈ ശരിക്കും ഡുറാഹിലിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത്. പ്രോപ്പർട്ടീൻ്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയില്ല, നല്ല മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിറയെ ചെടികളാണ് കേട്ടോ. നല്ല ചെടിച്ചട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു, വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, കണ്ടല്ലോ, നല്ലൊരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ട് നല്ല മനോഹരമാക്കി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങൾ കേട്ടോ. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ചെറിയ രീതിയിൽ പ്രോപ്പർട്ടിയിൽ സ്പേസിൻ്റെ ലിമിറ്റേഷൻ അനുസരിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യാവുന്ന പോലെയൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെവി, ഭയങ്കര ഇങ്ങനെ വിസ്താരമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ അറിയാലോ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ അവർ കിഡ്സ് പ്ലേ ഏരിയയും ഒക്കെ മനോഹരമാക്കി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ ഫ്രണ്ടിൽ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി ട്രാവലറിലൊക്കെ വരുവാണെങ്കിൽ വണ്ടി നിർത്താനുള്ള സൗകര്യമൊക്കെ ഫ്രണ്ടിലായിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാല മറ്റുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടല്ലോ ഗായ്സ്, അതായത് ഒരു ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യാവുന്ന പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുവഴി വേണമെങ്കിലും കയറാം കേട്ടോ. ഇത് മെയിൻ ഗേറ്റ് ആണ് ഇവിടുത്തെ. കണ്ടല്ലോ, ഇത് മെയിൻ ഗേറ്റ് ആണ്. നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ കുരിശുമലയിലേക്ക് കയറുന്ന റോഡാണ്. സ്ട്രൈറ്റ് കുരിശുമല റോഡാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ രണ്ടാമത്തെ ബിൽഡിംഗ് ആണ് ഡുറാഹിൽ. അപ്പോൾ ഇത് നമുക്കിതാണ് മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റ് വഴി നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഇവിടെ അത്യാവശ്യം ട്രാവലർ, ഇന്നോവ, ഒരു 3-4-5 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ്. ഇതുവഴി നമുക്ക് കയറാൻ പറ്റും. ഇവിടെ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. ഇതാ, നമുക്കൊരു എക്സസൈസൊക്കെ ആവാമല്ലേ. കക്കാടംപൊയിൽ വന്നിട്ട് നിങ്ങൾ വെറുതെ അങ്ങ് മടങ്ങി പോകണ്ട. ചെറിയ രീതിയിലുള്ളൊരു എക്സസൈസ് ചെയ്യാനൊക്കെയുള്ള ജിം മെഷീനറികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇങ്ങനത്തെ സംഭവമുണ്ട്, ഈ സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ 2 കിലോ വെയിറ്റൊക്കെ കുറച്ചിട്ട് പോവാം. ഇവിടെ 2 ഡോർമെട്രി ഉണ്ട്. ഈ ഡോർമെട്രിയിൽ 10 പേർക്കുള്ള ബെഡാട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു 3 പേർക്കും ഇതിലൊരു 3 പേർക്കും കിടക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 പേരെ ഇതിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ AC ഇല്ല കേട്ടോ. ACൻ്റെ ആവശ്യമില്ല. എന്തിനാണ് വെറുതെ AC? ഇത്ര തണുപ്പുള്ള നല്ലൊരു ക്ലൈമറ്റുള്ള ഒരു പ്രദേശത്ത് ACൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം നോൺ AC ആണ്. ബെഡ്റൂം നോൺ AC ആണ്. അതുപോലെ തന്നെ ഡോർമെട്രിയും നോൺ AC ആണ് വരുന്നത് കേട്ടോ. ക്യാരംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ഒരുപാട് ടൈം നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരംസ് കളിക്കാം. ഇതാണ് അടുത്തൊരു ഡോർമെട്രി. നമ്മൾ നേരത്തെ കണ്ട ഡോർമെട്രിയുടെ അതേപോലെ തന്നെ ഇവിടെയും ഏകദേശം മുകളിൽ 2 ബെഡുണ്ട്. ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് തടി കുറഞ്ഞ ആളൊക്കെ ആണെങ്കിൽ ഈ ബെഡിൽ 3 പേർക്ക് കിടക്കാം കേട്ടോ. നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു 10 പേർക്ക് കിടക്കാം. ഈ ഫ്ലോറിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു എക്സ്ട്രാ ബെഡും അതുപോലെ തന്നെ നല്ല പില്ലോസൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറിൽ ബെഡിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു 30 പേര് 35 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ കക്കാടംപൊയിലെ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് നല്ല പ്രൈവസി, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്കായിട്ട് വിട്ടു തരാണിത്. ഇവിടെ വേറെ ആരും വരില്ല നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഫുൾ പ്രൈവസിയാണ് റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് തരുന്നത്. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം, മ്യൂസിക്, അതുപോലെ പൂള്, കിച്ചൺ, ഗ്രില്ല് ചെയ്യാം, കുട്ടികൾക്ക് കളിക്കാം, ഓടാം, ചാടാം, മണ്ടാം. അതുപോലെ തന്നെ ബോറടിച്ച് കഴിഞ്ഞാൽ ജിമ്മുണ്ട്, പ്ലേയിങ് ഏരിയ ഉണ്ട്. പിന്നെ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുരിശുമലയിലേക്ക് കയറാം. കുരിശുമല അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കക്കാടംപൊയിലെ. നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
അത് നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഏകദേശം 2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുള്ളതാണ്, പകുതി വെച്ച് തിരിച്ചിറങ്ങി പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡുറാ ഹില്ലിലെ ആക്ടിവിറ്റീസ്, ഇവിടുത്തെ റൂം സൗകര്യങ്ങളും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുണ്ട്, ബാങ്ക് വിളിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പ് തുറന്ന് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് പൂളിൽ ഇറങ്ങണം. കാരണം ഒരുപാട് യാത്ര ചെയ്ത് ചൂടൊക്കെ കൊണ്ട് ഇവിടെ എത്തിയതാണ്, പിന്നെ നോമ്പിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്കിനി നോമ്പ് തുറന്നിട്ട് കണ്ടാലോ എന്നല്ലേ. അതാ. അപ്പോൾ ഗൈസ്, വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫിഷ് ആയാലും ചിക്കൻ ആയാലും മട്ടൺ ആയാലും ഗ്രില്ല് ചെയ്യാനൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കയ്യിൽ പിടിക്കുക, എന്ത് ചിക്കനോ മട്ടനോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, അത് മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീസർ സൗകര്യം ഉണ്ട്, അതിൽ വെച്ച് രാത്രി നമുക്ക് എടുത്ത് ഗ്രില്ല് ചെയ്യാം. കാരണം ഇവിടെ വന്ന് നമ്മൾ റിസോർട്ടിൽ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പെരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ മസാല ഒക്കെ പുരട്ടി കൊണ്ടുവരിക, രാത്രി ഗ്രില്ല് ചെയ്യുക. അതിൻ്റെ മുകളിൽ നല്ല ഓപ്പൺ ടെറസ് ഉണ്ട്, നല്ല കാറ്റാണ്. ഇതിപ്പോൾ നമ്മൾ എവിടെയാണ്, ഊട്ടിയിലൊക്കെയാണോ നിൽക്കണമെന്ന് തോന്നിപ്പോട്ടോ. സത്യം പറയാലോ, ഞാൻ മലേഷ്യ ചെന്നപ്പോൾ അവിടെ നല്ല കൊടും ചൂടാണ്. പക്ഷെ മലേഷ്യ പോയപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് മഴ കിട്ടി. പക്ഷേ മലേഷ്യയിലൊക്കെ പോയി ആ ചൂടൊക്കെ കൊണ്ട് സ്കിന്നൊക്കെ മൊത്തത്തിൽ അങ്ങ് വറ്റി വരണ്ടെന്ന് പറയാലോ, അതുപോലെ അയക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴോ ഫുള്ള് ചൂടോട് ചൂട്, എവിടെ നോക്കിയാലും ചൂട്. മലേഷ്യ പോയപ്പോൾ അവിടെയും ചൂട്. പക്ഷേ നമ്മൾ ഇത്ര നാട്ടിൻ്റെ അടുത്ത് ഈ കക്കാടംപൊയിൽ വന്നപ്പോൾ ആ ഒരു ക്ലൈമറ്റ് അടിപൊളി കേട്ടോ. ഞങ്ങളിനി പൂളിൽ ഇറങ്ങുന്നത് കാണിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനർജി ആയിട്ടുണ്ട് ഗായ്സ്. നോമ്പൊക്കെ തുറന്നപ്പോഴേ കുറച്ചും കൂടെ തന്നെ എനർജി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫിഷൊക്കെ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഗായ്സ്. കണ്ടല്ലോ, ടണ്ടടേ, അടിപൊളിയല്ലേ? കണ്ടോ, 3 മീനാണ്. ഈ പഹയന്മാരിതൊക്കെ കഴിക്കുമോ എന്നുള്ളത് പഠിച്ചവനക്കറിയാം ഗായ്സ്. എന്തായാലും ഇതിലത്തെ പകുതിയും കഴിക്കും, ഇതിൻ്റെ ഒരു ഫുള്ളും ഞാൻ നടിക്കും. ബാക്കിയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. അത് വേറെ കാര്യം. എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കനെക്കാട്ടിലും ഇഷ്ടമാണ് ഫിഷ്. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ്. നമ്മൾ അരീക്കോട് നിന്ന് മേടിച്ചാട്ടോ. അരീക്കോട് നല്ല മീൻ കിട്ടും, അവിടെ നിന്നാണ് നമ്മൾ മേടിച്ചത്. ഇതെന്താണ്, ചെമ്പല്ലി അല്ലേ? ചെമ്പല്ലി ഉണ്ട്, പിന്നെ വേറെ ഒരു ടൈപ്പ് മീനും ഉണ്ട്, പേരിക്ക് പറയാൻ അറിയില്ല കേട്ടോ, സോറിയേ. അപ്പോൾ നമ്മൾ ഗ്രീൻ മസാല ഇതിൽ മൊത്തം അങ്ങ് പുരട്ടി ആ ഗ്യാപ്പൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് അവിടെ കൊണ്ട് ഫ്രീസറിൽ വെക്കും. നമ്മളൊരു 1 മണിക്കൂർ പൂളിൽ ഇറങ്ങാൻ പോകുക. പൂളിൽ ഇറങ്ങി കയറിയതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയ മ്യൂസിക് ഒക്കെ ഉണ്ട്, ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ചില്ലാക്കിയാലോ. ഓക്കെ, റെഡി. നോമ്പൊക്കെ തുറന്നിട്ട് വേണം പൂളിൽ ഇറങ്ങാനെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു, രാത്രിയിൽ ഒന്ന് തണുപ്പിക്കാം. അപ്പോൾ നമ്മൾ പൂളിലോട്ട് ഇറങ്ങാൻ പോകണം. പൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ട്യൂബൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്കുള്ള സ്പേസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങ് ചാടുന്നില്ല, കാരണം നമ്മുടെ മലേഷ്യൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പനി പിടിച്ചു, മൊത്തത്തിൽ ജലദോഷം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങ് ചാടി തിമിർക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൂളൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൂളത്തെ നൈറ്റിലെ വ്യൂ ആണ്. നമുക്കിവിടെ ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സിങ് റൂമും പിന്നെ ഇവർ ചുറ്റും ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം, ഇരിക്കാനൊക്കെ ആയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഇതേ ആ സൈഡിൽ, അവിടെ ഇങ്ങനെ ആടുമൊക്കെ ചെയ്യാം. ഇനി പൂളിൽ ഇറങ്ങാത്ത ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ആടും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര നല്ല റിലാക്സ്, നല്ല വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം. നമുക്കിങ്ങനെ ആകാശത്ത് നോക്കി പൂളിലൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ കോടയുണ്ട് ചെറുതായിട്ട്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ നമുക്ക് കോടയൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പൂളിൻ്റെ ഒരു അവസ്ഥ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പൂളെന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള പൂളാണ്, ലെങ്തിയാണ്. പിന്നെ അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു എൽ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വ്യൂ ഒക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു 10, 20, 25 പേരൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരുമിച്ച് പൂളിൽ ഇറങ്ങി എൻജോയ് ചെയ്യാൻ മാത്രമുള്ള സ്പേസ് ഉണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് അല്ല പൂള് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഡുറാ ഹിൽ റിസോർട്ടിൻ്റെ കക്കാടംപൊയിലെ വിശേഷങ്ങൾ. ഞങ്ങളിങ്ങനെ നോമ്പൊക്കെ തുറന്നു, ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മസാല ഒക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൂളിലിറങ്ങ്, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറ്.
എങ്ങനെ ഉണ്ട് നോക്ക് പൂൾ എക്സ്പീരിയൻസ്. ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിക്കളെ ഗൈസ്. നമ്മുടെ കൂടെ ഒരുത്തനുണ്ട്, പുള്ളിക്കാരൻ പൂളിൽ ഇറങ്ങില്ല. നമുക്ക് അവനെ പിടിച്ചിങ്ങോട്ട് ഇട്ടാലോ? കണ്ടോ, പൂളിൽ ഇറങ്ങാൻ മടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓനെ പൂളിലിട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കിയാലോ എന്നുള്ളൊരു പ്ലാനിങ് ആണ് ഞാൻ. അപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ഇനി കയറാൻ പോവുകയാണ്. കൂടുതൽ സമയം വെള്ളത്തിൽ നിൽക്കുന്നില്ല, കാരണം ഓൾറെഡി കോൾഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇതാലേ പകലത്തെ ഒരു ചൂട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു പൂളൊക്കെ ഇങ്ങനെ ഇത്രയും പ്രൈവസിയിൽ കിട്ടുകയെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അടിപൊളിയല്ലേ, അടിച്ച് തിമിർക്കല്ലേ. നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിവിടെ ചാർക്കോളൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫിഷ് ഇതേ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കാലോ അല്ലേ എടുത്തിട്ട്. എൻ്റെ മോനെ പൊങ്ങുന്നില്ല ഗായ്സ്, കണ്ടല്ലോ നമ്മുടെ ഫിഷ്. നമ്മളെ ഫിഷ് ഇതേ ഗ്രില്ലായി ഇങ്ങനെ നല്ല മസാലേൻ്റെ മണം വരുന്നുണ്ട്. മസാല നല്ല അടിപൊളിയായിട്ട് ഓന് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടോപ്പിലാണ്, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിലാണ്, ഓപ്പൺ സ്പേസിലാണ് ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ലിങ് മെഷീനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ചാർക്കോളൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കണം കേട്ടോ. മസാലയൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാണ് നമ്മൾ ഫിഷ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഗ്രില്ല് ഫിഷും അതുപോലെ നൈസ് പത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ, പൊറോട്ടയും. ഇത് വെച്ചിട്ട് നമ്മൾ അടിക്കും. പിന്നെ നല്ല റിലാക്സ്, ഭയങ്കര കൂളാണ്. നമുക്ക് ചൂടിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ റൂമൊന്നും AC ഇല്ല, അതൊന്നും വേണ്ട. നമുക്ക് നല്ല നാച്ചുറൽ, നല്ല അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള കാറ്റുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. അതിനാണ് നമ്മൾ കക്കാടംപൊയിൽ റിസോർട്ടൊക്കെ ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഫൈനലി നമ്മുടെ ഫിഷ് ഗ്രില്ലിങ് ഇതേ എൻ്റെ മുന്നിൽ ഒന്നാകെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്നാകെ കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇവന്മാർക്കൊന്നും കൊടുക്കാണ്ട് ഫുള്ള് തിന്നാൻ പോവുകയാണ്. ഫിഷ് മസാല അടിപൊളിയായിട്ടുണ്ട്. നല്ലപോലെ ഫിഷ് നമുക്ക് ഗ്രില്ല് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോമ്പ് തുറക്കാനൊക്കെയുള്ള ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. ചില്ലി, നൈസ് പത്തരി, പൊറോട്ട, ബിരിയാണി ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് നൈറ്റിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കണ്ടോ ഗൈസ്, ടെൻഡറടാ. ഇപ്പോൾ നമ്മളെ ഫിഷ് ഓക്കെ. അപ്പോൾ നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. ബിസ്മില്ല. അടിപൊളി, നല്ല കുക്കായിട്ടുണ്ട്. നല്ല മസാല ഫ്ലേവർ, മസാല കൂട്ട്. എന്തായാലും മസാല കൂട്ടിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളെ അജുവിനാണ് കേട്ടോ. സെറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് റിലാക്സ് ചെയ്ത് നമ്മൾ അങ്ങനെ ഉറങ്ങി നമുക്ക് മോർണിംഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഇടയ്ക്കൊന്ന് എണീറ്റായിരുന്നു, നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഉറക്കം ഫുള്ളങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് ഞാനിവിടെ നമ്മളെ ബെഡ്റൂമിൽ നിന്ന് നേരെ അങ്ങനെ പൂളിൻ്റെ സൈഡിലേക്ക് വന്നതാണ്. പൂളിൻ്റെ സൈഡിലുള്ള ആ ഒരു വ്യൂ ആണ് നമ്മളീ കാണുന്നത്. കോട ഇപ്പം വലിയ കോട ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പ്. നമുക്ക് റൂമിൽ AC ഒന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചു. നല്ല ഉറക്കം കിട്ടി. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് അത്താഴം കഴിക്കാനൊക്കെ എണീറ്റത് കൊണ്ട് ആ ഒരു ചെറിയ ഉറക്കച്ചടവ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. മാക്സിമം നമ്മൾ കളറാക്കാൻ തന്നെ ശ്രമിച്ചു ഒരു ട്രിപ്പ്. പ്രത്യേകിച്ച് ഇവിടെ കോട എപ്പോഴാണ് ഇറങ്ങുക, വരിക, പോവുക, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും കോട വരുന്നതൊക്കെ മിക്കപ്പോഴും. എന്തായാലും നമുക്ക് നല്ല ഒരു ക്ലൈമറ്റ് കിട്ടും. കാരണം ഇനിയിപ്പോൾ എത്ര കൊടും ചൂടിൽ നിങ്ങൾ കക്കാടംപൊയിൽ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാ ഇപ്പം ഈ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. കോട ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടാവും. ഇപ്പോൾ രാവിലെയൊക്കെ പൂളിൽ ഇറങ്ങിയ നല്ല തണുപ്പായിരിക്കും വെള്ളം. അപ്പോൾ ആ ഒരു മൗണ്ടെയിൻ വ്യൂ ഉണ്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്, നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിന് നമുക്ക് ശരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ല സ്റ്റേ ആയിരുന്നു ഇന്നലെ. നന്നായിട്ട് ഉറങ്ങി. ഇവിടെ ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. കണ്ടോ, ഈ പൂളിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരെ ഒരു ചെറിയ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിള്ളേർക്കൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ പേർക്ക് പൂൾ സൈഡിൽ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡുറാ ഹില്ല് മെയിൻലി ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനാണ് ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 25-30 പേര് ഇവിടെ 50 പേരടക്കം വന്ന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 50 പേരൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്ലോറുകളിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോവാം. അപ്പോൾ ഡുറാ ഹില്ലിൽ നിങ്ങൾ നല്ല അടിപൊളി പ്രൈസിങ്ങിൽ പ്രോപ്പർട്ടി നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇത് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും പ്രോപ്പർട്ടി ഫുള്ളായിട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഇനി സീസൺ അല്ലാത്തൊരു ടൈമാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ ഇപ്പോൾ നമ്മളൊരു 2 ആഴ്ച മുന്നൊക്കെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ 2 ആഴ്ച മുന്നേ തന്നെ നിങ്ങൾ വിളിച്ച് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം, അതിനായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മളിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ നേരത്തെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾക്ക് കക്കാടംപൊയിലെ ഡുറാ ഹില്ലിൽ നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉറങ്ങി, നല്ലൊരു സ്റ്റേ കിട്ടി. ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ നമ്മൾ മുൻപ് ചൂടില്ലാത്ത സമയത്ത് വന്നിരുന്ന അതേപോലത്തെ ഒരു ക്ലൈമറ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കക്കാടംപൊയിലെ ഡുറാ ഹില്ലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 3 മണിക്കാണ് ഇവർ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത്, 12 മണിക്കാണ് ചെക്കൗട്ട് ടൈം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കക്കാടംപൊയിൽ എനിക്ക് തോന്നുന്നു ഒരു 90% പ്രോപ്പർട്ടീസിലും ടൈമിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 3 to 12. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയോട് ഒപ്പം നല്ലൊരു ഗ്രൂപ്പ്സൊക്കെ ആയിട്ടും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കക്കാടംപൊയിലെ ഡുറാ ഹില്ല് ഇവിടെ മിക്ക ദിവസങ്ങളിലും പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. നമ്മളിവിടെ അവൈലബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച മുന്നൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് നമ്പറാണ് ഇവിടുത്തെ. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻസൊക്കെ തരണം. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണുക. അപ്പോഴാണ് നമുക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കക്കാടംപൊയിൽ നമ്മളിപ്പോൾ ഒരു 6ാമത്തെ തവണയൊക്കെയാണ് റിസോർട്ടുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല പ്രൈവസിയിൽ വളരെ റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ടും നിങ്ങൾക്ക് വർത്തായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയാണ്. 2 ബെഡ്റൂം 2 ഡോർമെട്രി ഒക്കെ ആയിട്ടുള്ള ഒരു 25-30 പേർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ഡുറാ ഹില്ല്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസും നല്ല അടിപൊളി യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുപോലെ മറക്കല്ല, വീണ്ടും പറയുകയാണ്, നമ്മുടെ മലേഷ്യ ലങ്കാവി ട്രിപ്പുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കാണണം, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ തരണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.